നമസ്കാരം. കണ്ണൂർ പരിയാരത്ത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബിജെപിന്റെ ഒക്കെ തന്നെ നല്ലൊരു പ്രവർത്തകനാണ്. നാട്ടിലെ ഒരു വ്യക്തി വെടിയേറ്റ് മരിച്ചൊരു സംഭവം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വെടിയേറ്റ് അതെ മാർച്ച് 20-ന്. പ്രതി എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അതും ഭാര്യയുടെ ഒരു സുഹൃത്ത് അല്ലേ. ഇവർ കുറച്ച് വർഷങ്ങളായിട്ട് കുടുംബവുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ്. അങ്ങനെ ഇതിന് പിന്നിലുള്ള കേസ് പോലീസ് കൂടുതൽ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഈ ഒരു സൗഹൃദം, അതായത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയതാണ്. അവിടെ നിന്ന് മുതലാണ് ഇതൊരു കുടുംബ പ്രശ്നം വലിയ രീതിയിൽ തന്നെ അത് തുടങ്ങുന്നത്. അവസാനം അത് ഒരു ഭർത്താവിന്റെ കൊലപാതകത്തിലേക്ക് തന്നെ നയിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം, ഇതിൽ അന്ന് ഈ ഒരു സന്തോഷ് എന്ന് പറയുന്ന പ്രതിയെ മാത്രമായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ മരിച്ച രാധാകൃഷ്ണന്റെ ഭാര്യയെ കൂടി, മിനി നമ്പ്യാർ അല്ലെ, ഭാര്യയും ഈ പറയുന്ന പോലെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകയൊക്കെ തന്നെയാണ്. ഇപ്പോഴും ചില ചുമതലകളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കേസ് വന്നപ്പോഴാണ് അവരെ ഈ ഒരു സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റിയത്. ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ ഈ ഭാര്യയെ കൂടി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. അതായത് സ്വന്തം ഭർത്താവിനെ കൊല്ലാനായിട്ട് കാമുകനോടൊപ്പം ചേർന്ന് അതെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഭാര്യയ്ക്കും കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഏതായാലും രണ്ടുപേർ കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ക്രൂര കൃത്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് അതിന്റെ പുതിയ ഡീറ്റെയിൽസ്? അതായത് ഈ ഒരു മിനി നമ്പ്യാരുമായി ബന്ധപ്പെട്ട്, അതായത് രാധാകൃഷ്ണന്റെ ഭാര്യയായിട്ടുള്ള ഈ ഒരു മിനി നമ്പ്യാരുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ സത്യത്തിൽ നാട്ടുകാർക്ക് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ മിനിയും ഈ പറയുന്ന കൊലപാതകം നടത്തിയ സന്തോഷും തമ്മിലുള്ള ബന്ധം സൗഹൃദത്തിനപ്പുറം അനാവശ്യമായി വഷളാകുന്നുണ്ട്. അനാവശ്യമായി കുടുംബകാര്യങ്ങളിൽ സന്തോഷ് ഇടപെടുന്നു. മാത്രമല്ല ഇവർ തമ്മിൽ ഒരു വിദ്യാർത്ഥി സംഗമം നടന്നു, പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ തന്നെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ആ യാത്രയിൽ ഇവർ രണ്ടുപേരും, ഈ മിനിയും ഈ പറഞ്ഞ സന്തോഷും ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്ന ചിത്രമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സന്തോഷ്. അത് കണ്ടിട്ടാണ് രാധാകൃഷ്ണൻ തന്റെ കൺട്രോൾ പോയി ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കി വളരെ വലിയ രീതിയിൽ തന്നെ പ്രശ്നമുണ്ടാക്കി പോലീസിൽ കേസ് കൊടുക്കുകയുണ്ടായി. പോലീസിൽ പരാതി കൊടുത്തതിന് ശേഷം ഇയാളുടെ ഭീഷണി ഉയർന്നിട്ടുണ്ട്. അത് എന്റെ ഭാര്യയാണ്, എനിക്ക് വേണം, എന്റെ കാമുകിയാണ്, എനിക്ക് വേണമെന്ന്, എന്റെ പെണ്ണാണ്, എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നിരന്തരം ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു സംസാരിച്ചു. അത് ഒത്തുതീർപ്പാക്കി വിട്ടതാണ്. ഇനി മറ്റു ബന്ധങ്ങളിലേക്ക് പോകില്ല, എന്റെ മക്കളെ ഓർത്തിങ്ങനെ ഞാൻ പോകില്ല എന്ന ഇവരും പറഞ്ഞതാണ്. ഈ മിനി എന്ന് പറയുന്ന സ്ത്രീയും പറഞ്ഞതാണ്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും പ്രണയിച്ച് മുന്നോട്ട് പോകാനായിരുന്നു ആഗ്രഹം. എന്നാൽ എന്ത് വേണമായിരുന്നു? ഡിവോഴ്സ് ചെയ്ത് ഇറങ്ങി, ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകണമായിരുന്നു. വെറുതെ ഭർത്താവിന്റെ ജീവൻ നശിപ്പിച്ച്, കുട്ടികളുടെ ഭാവി നശിപ്പിച്ച്, ഭർത്താവിനെ കൊല നടത്തി ആ പുതിയ വീട്ടിൽ താമസിക്കാനും കഴിയാതെ ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഇനി എന്ത് ജീവിതമാണ് എന്നുള്ള ചോദ്യമാണ്. ഒരു പക്ഷേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ജീവിക്കാമെന്നാണോ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അറിയില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതാ ഈ രാധാകൃഷ്ണന്റെ ഭാര്യയെ പോലീസ് 3-ാം പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ എന്റെ ഭർത്താവ് മരിച്ചതിന്റെ ദുഃഖത്തിലാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒന്നും വരില്ല എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ, ഇവർ അന്നത്തെ ദിവസം നടത്തിയ ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ഈ കൊലപാതകം നടത്താനായി നേരം കാത്തിരുന്നു എന്നാണല്ലോ പറയുന്നത് സന്തോഷ്. ഒരുപാട് നേരം കാത്തുന്നതിന് ശേഷം ആ സമയത്ത് അവിടെ രാധാകൃഷ്ണൻ എത്തും എന്നുള്ളത് ഉറപ്പാണ്. 6-6:30 മണിയോട് കൂടി അത് എല്ലാ ദിവസവും വൈകുന്നേരം ആ വീട്ടിലെത്താറുണ്ട് എന്നറിയാം. ഇതെങ്ങനെ അറിയാം? ഭാര്യ പറയാതെ എങ്ങനെയായിരിക്കും അറിയുക ഭർത്താവ് അങ്ങോട്ടേക്ക് പോയി എന്നുള്ള കാര്യം? അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൊലപാതകം നടക്കുന്നതിന് മുൻപും കൊലപാതകം നടന്നതിന് ശേഷവും ഇയാളും ഇവരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതിന്റെ വിശദാംശങ്ങൾ, വീഡിയോ കോളുകൾ, അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാറ്റുകൾ, വാട്സ്ആപ്പ് കോളുകളൊക്കെ തന്നെ തെളിവാണ്. മാത്രമല്ല അന്ന് തന്നെ പലരും ചോദിച്ചൊരു ചോദ്യം, ഈ ഭർത്താവിന് വെടികൊണ്ടോ? ശരി പോട്ടെ, ഭർത്താവിനല്ല വെടികൊണ്ടത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക്, നമ്മുടെ അല്ലാത്തൊരു വീട്ടിൽ, തൊട്ടയൽവക്കത്തെ വീട്ടിലൊരു അസാധാരണ ശബ്ദം കേട്ടു എന്ന് വിചാരിക്കുക. നമ്മൾ കേട്ട ഉടനെ ഇറങ്ങി ഓടിപ്പോയി നോക്കില്ലേ, എന്താണ് ആ ശബ്ദം എന്ന് നോക്കില്ലേ? ഇത് ഭാര്യ ഈ ഒരു ശബ്ദം കേട്ട്, സ്വന്തം വീട്ടിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ആ വീട്ടിൽ നിന്നും ശബ്ദം കേട്ടിട്ട് ഈ ഭാര്യ ഇറങ്ങി വരികയോ, അല്ലെങ്കിൽ ആൾക്കാർ കൂടുകയോ, അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞ ആൾക്കാർ കൂടുകയോ, രാധാകൃഷ്ണന്റെ പേര് വിളിച്ച് ഉറക്കെ പറയുമ്പോഴോ, മകൻ കിടന്ന് അലറി വിളിക്കുമ്പോഴോ ഒന്നും തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ സംശയം ശരിയായിരുന്നു. കാരണം കൊലപാതകത്തിൽ ഇവർക്കും പങ്കുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഇവിടുത്തെ തെളിവുകൾ. മാത്രമല്ല അന്ന് ഈ പോസ്റ്റ് സന്തോഷം പങ്കുവെച്ചിട്ടുള്ള പോസ്റ്റ് ഒക്കെ ഭയങ്കര രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പോസ്റ്റ് ഇടുന്ന സമയത്തൊക്കെ തന്നെ ആദ്യം ആളുകൾ എന്താ സംഭവം എന്നറിയാതെ കമന്റ് ചെയ്യുന്നവരുണ്ട്. മാത്രമല്ല ഈ ഒരു ക്രൈം, ഇതിന്റെ ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ എല്ലാവരും വിചാരിച്ചിരുന്നത് സന്തോഷിന്റെ ഭാര്യയാണ് ഈ പറയുന്ന
മിനി. പക്ഷെ മിനിനെ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ് രാധാകൃഷ്ണൻ. അങ്ങനെ അതിന്റെ ഒരു പകയോടുകൂടി കൊന്നു എന്നുള്ളതാണ് വിചാരിച്ചത്. അപ്പൊ ആ സമയത്തൊക്കെ കമന്റുകൾ ഉണ്ടായിരുന്നു. അതിപ്പോ ഏത് ഭർത്താവാണെങ്കിലും സ്വന്തം ഭാര്യ, കാരണം ഇവന്റെ ഈ പോസ്റ്റ് എന്ന് പറയുന്നത് എന്റെ പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ വല്ലവന്റെ ഭാര്യയാണ് ഈ പറയുന്നത്. അപ്പോൾ പറയുവാണ് സ്വന്തം പെണ്ണിനെ തൊട്ട് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ പ്രതികരിക്കും, കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് കമന്റുകൾ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നമ്മളൊരു നിമിഷത്തില് ഇതിലിപ്പോ ആരുടെ ഭാര്യയാണ്? പിന്നീടാണ് എല്ലാവരും ആളുകൾ വാർത്ത കണ്ടിട്ട് അതിനുശേഷം തിരിച്ചു വന്നിട്ടാണ് ഇവന്റെ ഭാര്യയല്ല കൊന്നിരിക്കുന്നത്, ഇവന്റെ സുഹൃത്താണ്, സുഹൃത്തിന്റെ ഭർത്താവിനെയാണ് കൊല ചെയ്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. ആ ഭർത്താവിന്റെ ഒരു മാനസികാവസ്ഥയല്ലേ, ആ ഭർത്താവിന്റെ മാനസികാവസ്ഥ, മക്കളുടെ മാനസികാവസ്ഥ, ഇതൊന്നും ഓർക്കാതെ ഈ മാരിറ്റൽ അഫയേഴ്സ് ഒരുപാട് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന മറ്റ് ബന്ധങ്ങൾ ഇപ്പോൾ അനവധിയായി ഉണ്ടാകുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതും സ്ത്രീകളുടെ പ്രായം ഒരു 35 വയസ്സിന് മുകളിലും പുരുഷന്മാരുടെ ഇതിൽ ഒട്ടുമിക്ക എനിക്കറിയാവുന്ന പല ബന്ധങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ ഭർത്താക്കൻ അത് ഈ പറയുന്ന പുരുഷന്മാർ വിവാഹിതരല്ലാത്തവരുണ്ട്. വിവാഹം കഴിച്ച് കുട്ടികളുള്ള പുരുഷന്മാരും രണ്ടാമത് ബന്ധത്തിന് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വിവാഹിതരല്ല. അതായത് നമുക്ക് വായിച്ചിൽ നിന്നും ഒക്കെ തന്നെ അറിയുന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ തമ്മിൽ സ്കൂൾ ടൈം മുതൽ തന്നെ പ്രണയത്തിലായിരുന്നു. നഷ്ടപ്രണയത്തിന്റെ ഒരു ഒരു പുതുക്കലായിരുന്നു രണ്ടാമത് വന്ന ഈ ഒരു ഇതെന്ന് പറയുന്നത്. അതിനും ചിലർ പറഞ്ഞിരുന്നു 96 എന്ന സിനിമ ഇൻസ്പയർ ആയിട്ടുണ്ട് എന്ന് പറയുന്നത്. പലരും ഇപ്പം ചെയ്ത എല്ലാ കുറ്റങ്ങൾക്കും സിനിമയുടെ മേലാണല്ലോ കെട്ടിവെക്കുന്നത്. അതിൽ പലരും പറയുന്നത് 96 എന്ന് പറയുന്ന ഈ സിനിമ അതാണ് ഇത്തരത്തിൽ ഈ കുടുംബ സംഗമം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ക്ലാസ്മേറ്റിന്റെ സംഗമം ഒക്കെ തന്നെ വെക്കാൻ കാരണം. അതുവഴി നിരവധി ആളുകൾ പോയിട്ടുണ്ട്. ഈ ഒരു കേസ് മാത്രമല്ല, ഇതിനു മുൻപും പല കേസുകളും ഇത്തരത്തിൽ ഈ സ്കൂളുകളുടെ ഉള്ള റീയൂണിയനുകൾ വഴി വീണ്ടും സൗഹൃദങ്ങൾ പുതുക്കുന്നു, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു, വാട്സപ്പ് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യാതെ പിന്നെ പ്രൈവറ്റ് ചാറ്റിലേക്ക് പോകുന്നു, പിന്നെ കൂടിക്കാഴ്ചകൾ നടത്തുന്നു, ഭർത്താവ് പൊക്കുന്നു. ഒരു വാർത്ത ഇപ്പോൾ മിനി നമ്പ്യാരനെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തയുടെ താഴെ വന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ തന്നെ ഒഴിവാക്കണം, നിരോധിക്കണം. വളരെ രസകരമായിട്ടുള്ള ഒരു കമന്റാണ്. കാരണം കുടുംബ ബന്ധങ്ങൾ തകരാൻ ഇത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നിപ്പോ അതിന്റെ ഒരു ട്രെൻഡാണ് അല്ലേ. ഇപ്പൊ നമുക്കും ഉണ്ടാവും, ഫോണിൽ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് +2 ഗ്രൂപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. തീർച്ചയായിട്ടും അതിപ്പോ നമ്മുടെ നമ്മുടെ ഈ 96 ഇറക്കിയ അദ്ദേഹത്തിന്റെ സംവിധായകൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ സിനിമയുടെ അവസാനം ഒരു ലിപ് ലോക്ക് സീൻ ഉണ്ടായിരുന്നു. അവർ വിമാനത്താവളത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരു ലിപ് ലോക്ക് സീൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ചത് തന്നെയാണ്. കാരണം ഇത് കാണുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ സ്കൂളിൽ വരുന്ന സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു മീറ്റിംഗിൽ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ വ്യക്തമായി ആ സീൻ ഒഴിവാക്കിക്കൊണ്ട് നോക്കരുത് എന്ന് കണ്ണുപൊത്തി പോകുന്നതാണല്ലോ അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് അദ്ദേഹം പേടിച്ച കാര്യം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കുടുംബ സംഗമം അല്ലെങ്കിൽ ഈ പറയുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒക്കെ തന്നെ നല്ലത് തന്നെയാണ്, മോശമെന്നല്ല പറയുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ അതിരുവിട്ടുള്ള പ്രണയം, സ്വന്തം ഭർത്താവ് കാണുന്നുണ്ട്, മറ്റൊരു ആളുടെ പ്രൊഫൈലിൽ സ്വന്തം ഭാര്യ അയാളുടെ കൈയും പിടിച്ച് നിൽക്കുകയാണ്. കൈയും പിടിച്ച് ഇപ്പൊ കൈപിടുത്തതൊക്കെ തന്നെ ഒരു തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ്. പക്ഷേ ഓരോന്നും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഈ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുടെ കൈ പിടിച്ചെന്ന് നമ്മൾ സഹിക്കുമോ അല്ലെങ്കിൽ അവർ സഹിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ ഈ അവിഹിത ബന്ധങ്ങളുടെ കാരണത്താൽ എത്ര 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 കുടുംബങ്ങളാണ് നശിച്ചു പോകുന്നത്, താളം തെറ്റി പോകുന്ന എത്ര കുട്ടികൾ നശിച്ചു പോകുന്ന. ആ കുട്ടികളുടെ അവസ്ഥ, അമ്മയും പോയി അച്ഛനും പോയി. അമ്മ എന്ന് പറയുന്നത് സ്വന്തം അച്ഛനെ കൊന്നതിന് കൂട്ടുനിന്ന, കാമുകന് വേണ്ടി കൂട്ടുനിന്ന ഒരമ്മയായി മാറുന്നു. അച്ഛൻ പാവം മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഏതൊരു വ്യക്തിയും പെർഫെക്റ്റ് അല്ല. ഈ പറയുന്ന രാമചന്ദ്രൻ, ഇദ്ദേഹത്തിനും ഈ രാധാകൃഷ്ണൻ, ഇദ്ദേഹത്തിനും ഒരു പക്ഷെ ഭാര്യയും തമ്മിൽ നിരവധി വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാകണം. ഇദ്ദേഹത്തിന്റെ പല സ്വഭാവങ്ങളും ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടാകണം. അവർക്കിടയിലേക്കാണ് മറ്റൊരു അതിഥി കടന്നു വരുന്നത്. സ്നേഹത്തിന് സ്നേഹം, പണത്തിന് പണം, അതുപോലെ തന്നെ ഇപ്പോൾ ചിലർ ഗ്ലാമർ നോക്കുന്നവരുണ്ട്, ഗ്ലാമർ എന്നൊക്കെ പറയുന്നത് അത് നോക്കുന്നവരുണ്ട്. പിന്നെ കുറച്ചുകൂടി ശൗര്യവും തന്റേടവും എന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കാം ഇങ്ങനെ പോയിട്ടുണ്ടാകുക എന്ന് വിചാരിക്കും. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും 2K കിഡ്സിനെ കുറ്റം പറയാനായിട്ട് നടക്കുന്നവരാണ്. ഇപ്പോൾ എന്ത് നടന്നാലും ഇപ്പോൾ എല്ലാത്തിനും 2K കിഡ്സിന്റെ തലയിൽ ഇതൊന്നും നമ്മുടെ കാലത്തില്ല, നമ്മളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ ഏത് തലമുറയിലാണെങ്കിലും ഇവരെന്തായാലും ഇപ്പോൾ ഇതിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും കൊല ചെയ്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇപ്പോൾ അതിന്റെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ആരും തന്നെ 2K കിഡ്സ് അല്ല. അപ്പോൾ ക്രൈംസ് എല്ലാ ജനറേഷനിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഇച്ചിരി കൂടെ ഇപ്പോൾ ഈ ഒരു 2K കിഡ്സിന്റെ ഒരു കാലഘട്ടത്തിൽ അതിന് ഇച്ചിരി കൂടെ വാർത്താ പ്രാധാന്യം അല്ലെങ്കിൽ ഇത്തിരി പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആണെങ്കിൽ തന്നെ വളരെ വേഗത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് അല്ലെങ്കിൽ ഇന്ന ജനറേഷൻ ഒന്നുമില്ല. ഇവരെന്തായാലും 2K കിഡ്സ് അല്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ എല്ലാത്തിനും അവരെ മേൽ മാത്രം പഴിചാരേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും ഇപ്പോൾ തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് പറയുന്നുണ്ട്. ഈ ഒരു ക്രൈം വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ
അതിനുശേഷം ഇവര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതെ, അതിന് മുൻപും സംസാരിച്ചിട്ടുണ്ട്, അതിന് ശേഷവും സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം, ആ കോൾ എടുക്കാൻ പോയത് കൊണ്ടായിരിക്കണം ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം വെടിവെച്ച് കിടന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരാതെയോ ഒന്നും ചെയ്യാതിരുന്നത്. പോലീസിനും നാട്ടുകാർക്കും ആദ്യം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നു. കാരണം അതേ പോലീസ് സ്റ്റേഷനിലാണല്ലോ മുമ്പും പരാതിയുമായി വന്നത്, ഒത്തുതീർപ്പിനൊക്കെ തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പോലീസിന് സംശയമുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലീസ് ചോദിച്ചു പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ അത്തരം ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട വാട്സപ്പ് കോളുകൾ, സാധാ കോളുകൾ ഒക്കെ തന്നെ റിട്രൈവ് ചെയ്തെടുത്തിട്ടുണ്ട് പോലീസ് സംഘം. എന്തായാലും രണ്ടാം പ്രതി എന്ന് പറയുന്നത് തോക്ക് നൽകിയിരിക്കുന്ന വ്യക്തിയാണ്. ഒന്നാം പ്രതി സന്തോഷ് തന്നെയാണ്, രണ്ടാം പ്രതി തോക്ക് നൽകിയിരിക്കുന്ന വ്യക്തിയാണ്, മൂന്നാം പ്രതിയാണ് ഭാര്യയായിട്ട് പറയുന്നത്. പക്ഷെ എന്റെ കണക്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നാം പ്രതി ഭാര്യ തന്നെയാണ്. ഇവർ തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം. ഒരു കുടുംബം പൂർണ്ണമായി ശിഥിലമാക്കാനുള്ള കാരണം ആ വീട്ടിലെ കുടുംബനാഥ അല്ലെങ്കിൽ ആ വീട്ടിലെ അമ്മ തന്നെയാണെന്ന് പറയുന്നത്. ഒരു വീട് നന്നാകാനും മോശപ്പെടാനും കാരണം ആ വീട്ടിലെ അമ്മ തന്നെയാണ് നമ്മൾ എല്ലായ്പ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ഇവിടെയും ഈ പറയുന്ന പോലെ തന്നെ മിനി നമ്പ്യാർ തന്നെയാണ് കൊലപാതകി എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം.